എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നോ? ദൈവം സഹായിച്ച് ഞങ്ങളും കുഴപ്പമില്ലാതൊക്കെ പോകുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടിട്ട് പലരും പറഞ്ഞു, ചേച്ചി ഒത്തിരി മുഖമൊക്കെ വല്ലാതിരിക്കുന്ന എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച്. ഇത്തിരി ഇതിൻ്റെയൊക്കെ മരുന്നിൻ്റെയൊക്കെ ഇതുണ്ട്. ചേച്ചിക്ക് ഇത്രയും വയ്യാതെ ഇതെല്ലാം ചെയ്യുന്നല്ലോ, എന്തോ ചെയ്യാനാ, അമ്മമാരായി പോയാൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഹെൽത്ത് നോക്കുന്ന അമ്മമാരാണെങ്കിൽ വയ്യാന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നു. പക്ഷേ മക്കളുടെ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇത് ചെയ്യും. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോൾമോൻ്റെ ഒരു കുക്കിംഗ് വീഡിയോയാണ്. അതായത് ഞങ്ങൾ സൺഡേ പ്രേയറിന് പോയിട്ട് വന്നോണ്ടേ അവിടെ പപ്സായിരുന്നു. അപ്പോൾ പപ്സ് കഴിച്ചിട്ട് വന്നോണ്ടേ അവന് വിശക്കുന്നെന്ന് പറഞ്ഞ്, അപ്പോൾ ഇവിടെ വന്നോണ്ടേ നോക്കിയോണ്ടേ പഴയ 3-4 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അവൻ തരത്തായി എൻ്റെ വീഡിയോ വഴിയത് നോക്കി ചെയ്തതാണ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഞാനൊന്ന് പോയി നിന്നു, കാരണം ഇവൻ ഓയിൽ ഇത്തിരി കൂടുതൽ ഒഴിക്കും, ഓയിലൊന്നും അധികം ഒഴിക്കല്ലേ എന്ന് പറയും. പിന്നെ ഞാൻ വന്നിവിടെ കിടക്കാൻ പിന്നെ ഞാൻ നോക്കാനേ പോയില്ല. അവൻ തന്നെത്താൻ അവൻ്റെ രീതിയിൽ എല്ലാം ചെയ്യുമായിരുന്നു. എന്തെങ്കിലും അവൻ്റെ സംസാരത്തിലോ അവൻ്റെ പറച്ചിലോ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അവൻ തന്നെത്താൻ ചെയ്തു വെച്ചത് ആരും കണ്ടില്ല. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അനിയൻ ഇച്ചിരി കൊടുത്തെന്ന് പറയുന്നു ടേസ്റ്റ് നോക്കാൻ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഗീതേച്ച് പറഞ്ഞാൽ വിജി വിറ്റാമിൻ ഡി ഒന്ന് നോക്കുന്നേ, അതുപോലെ പ്രഷറും നോക്കുന്നത്. അന്ന് ചെന്നോണ്ട് BP ചെന്ന് നോക്കിയോണ്ട് കുഴപ്പമില്ലായിരുന്നു. 130/80 BP കുഴപ്പമില്ലായിരുന്നു. വിറ്റാമിൻ D3 കുറേ നാളുകൾ കുമ്പിട്ട് നോക്കിയതാണ്, അന്നേരം കുറവായിരുന്നു. അതിൻ്റെ ആഴ്ചയിൽ ഓരോ മെഡിസിൻ, അതിൻ്റെ ഒരു എപ്പോഴും നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ അല്ലല്ലോ വിറ്റാമിൻ D3യുടെ. അപ്പം അതിൻ്റെ ആദ്യത്തെ ഒരു കോഴ്സ് കഴിഞ്ഞ് പിന്നെ അന്ന് ഈ കാലിനൊക്കെ ഇങ്ങനെ ഈ മസിലുകൾക്കൊക്കെ വേദനയായിരുന്നു. അപ്പോൾ അതുപോലെ മുടിയും പൊഴിയുന്നുണ്ടായിരുന്നു. അന്നേരം വിറ്റാമിൻ D3 ചെയ്തത്. കാരണം ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ളവരെന്ന് പറയുമ്പം ഇപ്പോൾ ഈവൻ ഉള്ള ഇവിടെയുള്ള കൊച്ചുങ്ങൾക്കും ഉണ്ട് വിറ്റാമിൻ D. കാരണം ആദ്യം വെയിൽ, ഈ ഫ്ലാറ്റിൻ്റെ അകത്ത് മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നല്ലേ ഉള്ളൂ, വെയിലൊന്നും അങ്ങനെ കൊള്ളുന്നില്ലല്ലോ. അതിന് ഡോക്ടർമാർ പറയുന്നത് ഈ രാവിലത്തെ ഇളം വെയിൽ പോയി കൊള്ളണമെന്ന്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ വെയിലൊക്കെ കുറച്ചൊക്കെ കൊള്ളുമല്ലേ. ഇവിടെ ആകുമ്പം ഇതാ കുഴപ്പം, നമ്മൾ സൺലൈറ്റ് കൊള്ളുന്നില്ലല്ലോ. നമ്മൾ തന്നെ അങ്ങ് വീഡിയോ ഓഫായി. എനിക്ക് തോന്നുന്നു സ്പേസ് വീണ്ടും കുറഞ്ഞെന്ന് തോന്നുന്നു. ഇനി കുറച്ചുകൂടെ വീഡിയോ ഡിലേറ്റ് ആക്കി കളഞ്ഞു. അപ്പം ഞാൻ സ്ഥിരം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചില ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചിലരുടെ നിന്ന് വീഡിയോ ഞാൻ കുറച്ചൊക്കെ പിന്നെ, കാരണം എനിക്ക് ഇടയ്ക്കിപ്പോൾ നല്ല തലവേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ മൊബൈൽ കൈകൊണ്ട് എടുക്കത്തേ ഇല്ല നോക്കാൻ. അന്നേരം ഒന്നുകൂടെ കണ്ണിനൊരു മങ്ങലിച്ചയും അതുപോലൊക്കെ. അതുകൊണ്ട് ഞാൻ ചിലരുടെയൊക്കെ ഇപ്പോൾ കാണാതെ പെയിൻറ്റിങ് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ എന്നെ. ഇങ്ങനെയൊക്കെ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും പ്രൈസമ്മോനോട് ഇന്ന് നാട്ടിൽ പോയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയോണ്ടേ ഞങ്ങൾ രണ്ടുകൂടെ എന്നാൽ പോയിട്ട് വരാമെന്ന് വെച്ച്. അപ്പോൾ ആദ്യം പോകണമെന്ന് പറഞ്ഞാൽ പോന്നു. പിന്നെ സീരിയസ് ആയിട്ട് ചിന്തിച്ചോണ്ടേ ആളുടെ ഒരു വിഷമം, എന്നെ കൊണ്ടുപോകുന്നില്ലയോ അതായിരുന്നു. അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അവനാകെ വിഷമത്തിയിരിക്കുക. ചിലപ്പോൾ പോവും. ഇപ്പം എനിക്കിത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോണോ പോണ്ടേന്നുള്ള ഇതിൽ ചിന്തിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും പോൾമോൻ്റെ വീഡിയോ കണ്ടിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പോല. ഇന്ന് ഞാൻ പ്രയർ തീർന്നിട്ട് വന്നയാ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. അതുവേണ്ടി ഇച്ചിരി ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഉണ്ടാക്കുക. അതിനു വേണ്ടി ഞാൻ ചപ്പാത്തി മസാല ഉണ്ടാക്കുക. ഞാൻ ഇത് ചപ്പാത്തി കണ്ടിച്ചു, പിന്നെ സവാളയും ഉള്ളി കണ്ടിച്ചു. സവാളയും ടൊമാറ്റോയും ഉള്ളി, സവാള ഉള്ളിക്ക് സവാളയാ ഉള്ളി
അച്ഛാ കണ്ടിച്ചു. പിന്നെ ഇപ്പം ഞങ്ങൾ തീയിലോട്ട് പോവും. അപ്പം ഇച്ചിരി ചൂടായിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി ഓയിൽ ഇടാം. അവൻ ആദ്യം ഒഴിച്ചതിൽ നിന്ന് കുറച്ച് ഓയിലങ്ങ് ഡബ്ബയിൽ തിരിച്ചൊഴിച്ച്. കാരണം അവൻ ഇച്ചിരി ഓയിൽ അറിയത്തില്ല അവന്. എന്തോ അവൻ തന്നെത്താൻ ഒഴിച്ചതാണ്. ഞാൻ പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. ഇപ്പം ഇത് ഇച്ചിരി ചൂടായിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഉള്ളി ഇടാം. ഉള്ളി പിന്നെ നിങ്ങൾക്ക് ഏത് വേണ്ടി വെജിറ്റബിൾ അത് ഇടാം. എനിക്ക് ടൊമാറ്റോ ആൻഡ് ഉള്ളി ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അത് ഇടുക. ആദ്യം നിങ്ങൾ ഉള്ളി ഇടണം കേട്ടല്ലോ. ഞാൻ ഇത്തിരി മറന്നു പോയായിരുന്നു, അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഇട്ടു. ഇത്തിരി തീ കുറയ്ക്കാം. പിന്നെ ഇത് ഇട്ടിട്ട് ഇതിനകത്ത് ജിഞ്ചറും ഗാർലിക് ഇടണം. എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ കണ്ടിച്ചില്ല, അതുകൊണ്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ഇത് സ്വല്പം ഇത്രയും മതി. മിക്സ് ചെയ്തിട്ട് വഴറ്റിട്ട് ഇതിനകത്ത് ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടില്ല. ആ ഡബ്ബയ്ക്കകത്ത് കിടക്കുന്നത് 1/2 ടീസ്പൂണിൻ്റെ സ്പൂണാണ്. അതിന് 1 സ്പൂൺ നിറച്ചിട്ട്. അവൻ അറിയത്തില്ലായിരുന്നു ടേബിൾ സ്പൂണും ടീസ്പൂണുമായിട്ട്. 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ. മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇത് നല്ലതായിട്ട് വഴറ്റാം. ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ ചപ്പാത്തി ഇടാം. പിന്നെ ഇത് വഴറ്റാം. നല്ല കളറായിട്ട് വഴറ്റണം. അപ്പം ഞങ്ങൾ ഇതിനകത്ത് ഇച്ചിരി എന്തോ ഉപ്പിടാം.
ഇതിനകത്ത് ഞാൻ ഇച്ചിരി പഞ്ചസാരം ഇടും. തീ ഞാൻ ഓഫാക്കി. ഇത് അതിനകത്ത് പിടിക്കുക, അതുകൊണ്ട് ഞാൻ തീ ഓഫാക്കി. ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഞാൻ എനിക്ക് വേണ്ടി ഇച്ചിരി ടൊമാറ്റോ സോസും ഇടുക, പിന്നെ ഷെസ്വാൻ സോസ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും ഇടാം. ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ട് ടൊമാറ്റോ സോസും. ഷെസ്വാൻ സോസ് തീർന്നു, അതുകൊണ്ട് ഇച്ചിരി ഉള്ളു. നല്ലതാ ആയിട്ടുണ്ട്, നല്ലതാ. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടടാ, നിങ്ങളുടെ ഇതിപ്പോൾ നല്ലത് ചപ്പാത്തി മസാല തയ്യാറായിട്ടുണ്ട്. ഞാനിതിപ്പം ചെക്ക് ചെയ്യാം, പിന്നെ പറയാം നിങ്ങൾക്ക് എങ്ങനെ. ഒത്തിരി ടേസ്റ്റിയാണ്, നിങ്ങളും ട്രൈ ചെയ്യണം. ഞാൻ ടൊമാറ്റോ സോസ് ട്രൈ ചെയ്തു, നല്ലതാ. നിങ്ങളും അത് ഇടണം. ഒത്തിരി നൈസ് കോമ്പിനേഷൻ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.